വാഹനങ്ങൾ പലപ്പോഴും ഇപ്പോൾ എന്താ നിയമം നോക്കാണ്ട് തന്നെ മോഡിഫിക്കേഷൻ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ സർക്കാരിൻ്റെ ഒരു ഇഷ്ടം നോക്കിയിട്ട് മോഡിഫൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് സാധിക്കത്തില്ല. പക്ഷേ പെർമിഷൻ ഇല്ലാണ്ട് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കേസ് വരും, അത് വേറെ കാര്യം. ഇപ്പോൾ വണ്ടി എന്താ പറയുക, ഷോറൂമിൽ നിന്ന് തരുന്ന പോലെ ഓടിച്ചാൽ എന്താ പ്രശ്നം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മോഡിഫൈ ചെയ്യാതെ ഓടിക്കാമല്ലോ. പിന്നെ സർക്കാർ അടിപൊളിയല്ലേ, കുറച്ചൊക്കെ മോഡിഫിക്കേഷനൊക്കെ ആണെന്നല്ലേ പറഞ്ഞത്, നിയമപരമായിട്ടുള്ള മോഡിഫിക്കേഷൻ. അപ്പോൾ അതൊക്കെ പ്രാബല്യത്തിൽ വരട്ടെ, നല്ല കാര്യമല്ലേ. അത് ഇപ്പോൾ പുരുഷന്മാർക്ക് എന്തുകൊണ്ട് യാത്ര കൊടുക്കുന്നില്ല, മനസ്സിലായോ? അപ്പോൾ അതിനെക്കുറിച്ച് പറയാനുള്ളത്, ഇപ്പോൾ സ്ത്രീകൾക്കാണ് യാത്രാ സൗകര്യം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. കുറച്ച് ദൂരത്തേക്കാണ്, അധികം ലോങ് ട്രിപ്പല്ല, കുറച്ച് ദൂരത്തേക്ക് മാത്രമാണ് അത് പറയുന്നത്. അതെന്തായാലും പുരുഷന്മാർക്ക് കൂടി കൊടുക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ പറയാനുള്ള ബസ്സിലാണെങ്കിലും ഇപ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് വേറെ വേറെ സീറ്റ് ബസ്സിലൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും സ്ത്രീകൾ മറ്റേ പുരുഷന്മാരുടെ സീറ്റിൽ നിന്ന് യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അതൊക്കെ മാറട്ടെ എന്ന് പറയാനുള്ളത്. കാരണം ഇപ്പോൾ സ്ത്രീകൾക്ക് അനുഭവിച്ചിട്ടുള്ള സീറ്റ് ഉണ്ട്, അതിൽ സ്ത്രീകൾ ഇരിക്കുക, മനസ്സിലായ. പിന്നെ ഈ പുരുഷന്മാരിരിക്കുമ്പോൾ സ്ത്രീകൾ ഇരിക്കാറുണ്ട്. അപ്പോൾ സ്ത്രീ ഇരിക്കുമ്പോൾ പുരുഷൻ ഇരിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യാറുണ്ട്. പക്ഷേ ഒരു സ്ത്രീ ഇരിക്കുന്ന സീറ്റിലേക്ക് പുരുഷൻ ഇരുന്ന പ്രശ്നമാണ്. അപ്പോൾ പുരുഷൻ്റെ സീറ്റിലേക്ക് ഒരു സ്ത്രീ ഇരുന്നാലും അതൊരു ചോദ്യം ചെയ്യേണ്ടതല്ലേ. അപ്പോൾ അതൊക്കെ മാറേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഞാൻ ഫേമസ് ആകുന്ന സമയത്ത് ഫസ്റ്റിലൊക്കെ ഈ എൻ്റെ കൂടെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് സ്ത്രീകളിൽ വന്നിരിക്കാറുണ്ട്, പെൺകുട്ടികൾ. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഇപ്പോൾ ഒന്നും പറയുന്നില്ല. പക്ഷേ പ്രശ്നം ഉണ്ടാക്കാണ്ടിരുന്നാൽ മതി. കാരണം ഇവിടെ വെറുതെ ലൈവ് എടുത്ത് വീഡിയോ ഇടുന്ന ആൾക്കാരുണ്ട്, ഒന്നും ചെയ്യാണ്ടിരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാം. പക്ഷേ അത് ആ ഒരു നിയമം ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ദുരുപയോഗം ചെയ്യുന്നത് തെറ്റാണ്. കാരണം സ്ത്രീകൾ മാന്യമായിട്ട് ബസ്സിൽ യാത്ര ചെയ്യുക, പുരുഷന്മാരെന്തെങ്കിലും ഡിസ്ബിഹേവ് ചെയ്താൽ മാത്രം പ്രതികരിക്കാമെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ.